إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യപൂർണമായ ശരീരവും മനസ്സും എന്നുള്ളത്. പല ആളുകളും അതിൻ്റെ വില മനസ്സിലാക്കുന്നത് ആ അനുഗ്രഹത്തിൽ വല്ല നഷ്ടവും സംഭവിക്കുമ്പോഴാണ്. ആരോഗ്യപരമായോ മാനസികപരമായോ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ആ സമയത്താണ് പല ആളുകളും അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പല രോഗങ്ങളും പല പകർച്ചവ്യാധികളും ഇങ്ങനെ പലതും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന് ചില കാരണങ്ങളൊക്കെ പറയാറുള്ളത് ശുദ്ധിയില്ലായ്മ എന്നുള്ളതാണ്. ശുദ്ധിയില്ലാത്തത് കൊണ്ട് രോഗങ്ങൾ പകരുന്നു എന്നവർ പറയുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ശുദ്ധിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതെല്ലാം നിലക്കാണ് ശുദ്ധിയുള്ളവനാകേണ്ടത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളിൽ നിന്നും അല്ലാഹുവിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുന്നവരെയും മുതതഹ്ഹിരീങ്ങളെയും ശുദ്ധി വരുത്തുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം നിലക്ക് ശുദ്ധി വരുത്തുന്നവരാണ്? ഇതിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ അല്ലാമ അസ്സഅദി റഹ്മഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചത് കാണാം. ഇവിടെ ശുദ്ധി പാലിക്കുക എന്ന് പറഞ്ഞാൽ അൽ മുതനസ്സിഹീന അനിൽ ആസാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലാഹു മുതതഹ്ഹിരീങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഐ അൽ മുതനസ്സിഹീന അനിൽ ആസാം, പാപങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ്. അതൊരു ശുദ്ധി വരുത്തലാണ്. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, വഹാദാ യശ്മലു തതഹ്ഹുറൽ ഹിസ്സിയ്യ മിനൽ അൻജാസി വൽ അഹ്ദാസ്. അതേപോലെ ഈ ആയത്ത് ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണത്തെയും അഥവാ നജസ്സുകളിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നൊക്കെ വൃത്തിയാവുക എന്നുള്ള ബാഹ്യമായ ശുദ്ധീകരണത്തെയും ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അഥവാ ശുദ്ധി വരുത്തുന്നവരെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉൾക്കൊള്ളുന്നതാണ്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഫീഹി മശ്റൂഇയ്യത്തു ത്വഹാറത്തി മുത്ലഖ. അപ്പോ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താ? ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ മുത്ലഖൻ, ബാഹ്യമായ രീതിയിലായാലും ശരി, ആന്തരിക ശുദ്ധിയായാലും ശരി, അത് ശർആക്കപ്പെട്ട, മതപരമാക്കപ്പെട്ട കാര്യമാകുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലിഅന്ന അല്ലാഹ യുഹിബ്ബുൽ മുത്തസിഫ ബിഹാ, കാരണം അല്ലാഹു ആന്തരികമായും അതേപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ശുദ്ധിയും അങ്ങനെയുള്ള ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയശ്മലു തതഹുറൽ മഅനവിയ്യ, ആന്തരികമായ മാനവീയായ ശുദ്ധിയും അതിൽ ഉൾപ്പെടും. എന്താ ഈ ആന്തരികമായ ശുദ്ധി എന്ന് പറഞ്ഞ? അനിൽ അഖ്ലാഖിർ റദീല, ചീത്ത സ്വഭാവങ്ങളെ ഇല്ലാതാക്കുക, ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കുക. വസ്സിഫാത്തിൽ ഖബീഹ, മോശം വിശേഷണങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കുക. വല്ലഫ്ആലിൽ ഖസീസ, നീച പ്രവർത്തനങ്ങളിൽ നിന്നും ശുദ്ധിയാവുക. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശുദ്ധിയുടെ ആളുകൾ ആരാ? ബാഹ്യമായ നജസ്സുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ശുദ്ധരായ, അതോടൊപ്പം തന്നെ ശിർക്കിനും ബിദ്അത്തിനും ഹറാമിനും മോശം സ്വഭാവങ്ങളിൽ നിന്നും നീച പ്രവൃത്തികളിൽ നിന്നും മുക്തമായ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അതാണ് യഥാർത്ഥ ശുദ്ധി. ആ ഒരു ശുദ്ധി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്നവന് അത് ലഭിക്കുകയുള്ളൂ. കേവലം ബാഹ്യമായ ശുദ്ധീകരണം കൊണ്ട് മാത്രം കാര്യമില്ല. നല്ല വൃത്തിയുള്ള വസ്ത്രമണിഞ്ഞ് ശരീരമൊക്കെ മിനുക്കി നല്ല വൃത്തിയോടുകൂടി നടക്കുന്നു, പക്ഷേ മാനവീയായിക്കൊണ്ട് ആന്തരികമായി മോശം സ്വഭാവം, ശിർക്ക്, ബിദ്അത്ത് ഇവകളൊക്കെയുള്ള ഒരു മനസ്സാണെങ്കിൽ ആ ശുദ്ധി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ രണ്ട് ശുദ്ധിയുമുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുനാഫിഖുകൾ അവരുണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ എന്ന പള്ളിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചുണർത്തി, അങ്ങോട്ട് പോകാൻ പാടില്ല, മറിച്ച് എങ്ങോട്ടാണ് നീ പോകേണ്ടത്? വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ലാ തഖും ഫീഹി അബദാ, ആ മുനാഫിഖുകൾ അവർ ക്ഷണിച്ച പള്ളിയിലേക്ക് നീ ഒരിക്കലും പോകരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വൽ യൗം, ആദ്യകാലത്ത് തന്നെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ പണിത സ്ഥാപിക്കപ്പെട്ട പള്ളിയാകുന്നു. അഹഖു അൻ തഖൂമ ഫീഹ്, നിനക്ക് അതിലേക്ക് ചെല്ലാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. അഥവാ മസ്ജിദ് ഖുബയിലേക്ക് നീ പോകണം, അല്ലാതെ മുനാഫിഖുകൾ ഉണ്ടാക്കിയ മസ്ജിദ് ദിറാറിലേക്ക് നീ പോകരുത്. എന്നിട്ട് മസ്ജിദ് ഖുബയിലേക്ക് നീ പോകണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു അവിടെ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില പുരുഷന്മാരുണ്ട് അവിടെ, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു ശുദ്ധി വരുത്തുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിന്റെ തഫ്സീറും അല്ലാമ സഅദി റഹ്മഹുല്ലാ വിശദീകരിക്കുന്നത് കാണാം. ആ പള്ളിയിൽ ശുദ്ധി കൈവരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നൊക്കെയാണ് ശുദ്ധി കൈവരിക്കുന്നവർ? മിനദ്ദുനൂബ്, പാപങ്ങളിൽ നിന്ന് ശുദ്ധി കൈവരിക്കുന്നവർ. വയതതഹറൂ മിനൽ ഔസാഖ്, മാലിന്യങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും ശുദ്ധി വരുത്തുന്നവർ. വന്നജാസാത്തി വൽ അഹ്ദാസ്, ചെറിയ അശുദ്ധിയിൽ നിന്നും നജസുകളിൽ നിന്നും ഒക്കെ ശുദ്ധി വരുത്തുന്ന, പാപങ്ങളിൽ നിന്നും ഒക്കെ ശുദ്ധി വരുത്തുന്ന നല്ല മനുഷ്യർ അവിടെയുണ്ട്. അതുകൊണ്ട് നീ അവിടേക്ക് പോകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, ശുദ്ധിക്ക് ഇസ്ലാം വലിയൊരു പ്രാധാന്യം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അത്തുഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്ന് പറഞ്ഞത് ഈമാനിന്റെ, ശുദ്ധി വരുത്തുക എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ അതാണ് കാരണം. അത്രക്കും പ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ നിന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. അതൊന്ന് ആന്തരികമായ ശുദ്ധി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ബാഹ്യമായ ശുദ്ധീകരണം, അതും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ സൂറത്തു ശംസിൽ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ,
മനസ്സിനെ നഫ്സിനെ തസ്കിയത്ത് ചെയ്തവൻ, പരിശുദ്ധിപ്പെടുത്തിയവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. എന്താ മനസ്സിനെ പരിശുദ്ധിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അല്ലാമ സഅദി റഹ്മഹുള്ള വിശദീകരിക്കുകയാണ്. അതായത് പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനസ്സിനെ ശുദ്ധിയാക്കുന്നവനാണ് അവൻ. ന്യൂനതകളിൽ നിന്നും മനസ്സിനെ വൃത്തിയാക്കുന്നവനാണ് അവൻ. അള്ളാഹുവിന്റെ കൽപ്പനകളെ വഴിപ്പെട്ടുകൊണ്ട് നഫ്സിനെ അവൻ സംസ്കരിക്കുന്നവനാണ് അവൻ. സൽപ്രവർത്തനങ്ങൾ കൊണ്ടും ഉപകാരപ്രദമായ ഇൽമുകൾ കൊണ്ടും നഫ്സിനെ മനസ്സിനെ ഉന്നതനാക്കി തീർത്തവനാണ്. അങ്ങനെയുള്ളവനാണ് വിജയിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതാണ് ആന്തരികമായിട്ടുള്ള ശുദ്ധി. അത് നമ്മൾ വളരെ നിർബന്ധമായി നമ്മൾ കൈവരിക്കേണ്ട ഒരു കാര്യമാണ്, ആന്തരികമായിട്ടുള്ള ശുദ്ധി എന്നുള്ളത്. അതോടൊപ്പം തന്നെ ബാഹ്യമായിട്ടുള്ള ശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഫിത്രത്തു ഖംസുൻ, പ്രകൃതിപരമായ കാര്യങ്ങൾ അത് ഖംസുൻ, 5 കാര്യങ്ങൾ അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ അലിഖ്തിനാനു, ചേലാകർമ്മം ചെയ്യൽ, വലിസ്തിഹ്ദാദു, ഗുഹ്യരോമം നീക്കം ചെയ്യൽ, വഖസ്സു ശാരിബി, മീശ വെട്ടൽ, വതഖ്ലീമുൽ അസ്ഫാർ, നഖം നീക്കം ചെയ്യൽ, വനത്ഫുൽ ലിബിതി, കക്ഷരോമം നീക്കൽ. അപ്പൊ ഇതൊക്കെ ബാഹ്യമായ ഹിസ്സിയായിട്ടുള്ള ശുദ്ധി, ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധിയാണ്. അപ്പൊ ഒരു യഥാർത്ഥ മുസ്ലിം അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലക്കാണ്. ഇങ്ങനെയുള്ളവരാവണം. മാനസികമായി ശുദ്ധി വരുത്തണം നമ്മൾ ആദ്യം. ശിർക്കില്ല, ബിദ്അത്തില്ല, കുഫറില്ല, ഒന്നുമില്ല. എന്നിട്ട് ശാരീരികമായ ശുദ്ധിയും. അതാണ് ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധി. ആ ശുദ്ധി കൊണ്ടൊരു മുസ്ലിം വിജയം വരിക്കുകയുള്ളൂ. അവനെ വിജയിച്ചിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ കൈവരിച്ച് ജീവിക്കുമ്പോ രോഗങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നതാണ്. പല രോഗങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോഴേക്കൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട നിലപാടെന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് പല രോഗങ്ങളും അയച്ചേക്കാം. പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന് അതുകൊണ്ട് ജനങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ആ രോഗമുണ്ടാവുക എന്നുള്ളത് ആളുകൾക്ക് അനുഗ്രഹമായിരിക്കും. രണ്ടാമതൊരു രീതിയിൽ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം രോഗങ്ങളെ മനുഷ്യരിലേക്ക് വിടുന്നതാണ്. അപ്പോൾ ഒരു അനുഗ്രഹമായി നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമിന് വല്ല ആപത്തും വല്ല വിപത്തും ബാധിച്ചാൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് അവന്റെ സയ്യിആത്തുകളെ, തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയും. ഹത്ത ശൗകതി യുശാഖുഹാ, അവന് തറക്കുന്ന ഒരു മുള്ള്, ആ മുള്ള് കാരണത്താൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുമെന്നാണ്. ഇത് വലിയൊരു അനുഗ്രഹമാണ്. അതൊരു മുസ്ലിം ലഭിക്കുന്ന വലിയൊരു ഗുണമാണ്. അപ്പൊ നമുക്ക് എന്ത് രോഗം വന്നാലും, എത്ര മാരകമായ രോഗങ്ങൾ ഉണ്ടായാലും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ ക്ഷമയുള്ളവനായി മാറുകയാണ് വേണ്ടത്. ക്ഷമിക്കുന്നവനാണ്, അങ്ങനെയുള്ള ഒരാളായി തീരുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബ വനിതയായ ഉമ്മുൽ അല റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ ചെന്നു. ആ സംഭവം ഇമാം അബൂ ദാവൂദ് തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താ ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത് ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന മരീദ, ഞാൻ രോഗിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വന്ന് സന്ദർശിച്ചു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഹബ്ശിരി യാ ഉമ്മുൽ അല, ഏ ഉമ്മുൽ അല, നീ സന്തോഷിച്ചു കൊള്ളുക. ഫഇന്ന മർദൽ മുസ്ലിമി,
ഒരു മുസ്ലിമിന് രോഗമുണ്ടായാൽ, അവനൊരു ആരോഗ്യപരമായ പ്രശ്നം രോഗമുണ്ടായാൽ, യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ അവന്റെ തിന്മകൾ അല്ലാഹു ഇല്ലാതാക്കി കളയും. ഏതുപോലെ കമാ തുദ്ഹിബുന്നാറു ഖബസൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നുള്ള അഴുക്ക് തീ എങ്ങനെയാണോ ഇല്ലാതാക്കി കളയുന്നത്, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വല്ല രോഗവും ബാധിച്ചാൽ നമ്മുടെ തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. ഇത് അനുഗ്രഹമാണ്, രോഗം കൊണ്ട് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില ആളുകൾക്ക് അല്ലാഹു പ്രത്യേക പദവി നിശ്ചയിച്ചിട്ടുണ്ടാവും. സൽക്കർമ്മങ്ങൾ കൊണ്ട് അവൻ ആ പദവിയിൽ എത്താൻ കഴിയുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രോഗം പരീക്ഷണങ്ങൾ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നൽ അബ്ദ, തീർച്ചയായും ഒരു അടിമ, ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും ഒരു നിശ്ചയിച്ച പ്രകാരം അവനൊരു പദവി ഉണ്ടായിരിക്കും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന്. പക്ഷെ ലം യബ്ലുഗ്ഹാ ബിഅമലിഹി, ദുനിയാവിലെ അമലി ചെയ്തിട്ട് അവൻ ഒരിക്കലും ആ ഒരു പദവിയിലേക്ക് അവൻ എത്തുകയില്ല. അപ്പൊ അവൻ ആ പദവിയിൽ എത്തണമല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ ഇട്ടുകൊടുക്കും. ഔ ഫീ മാലിഹി, അല്ലെങ്കിൽ അവന്റെ ധനത്തിൽ പരീക്ഷണം ഇട്ടുകൊടുക്കും. ഔ ഫീ വലദിഹി, അല്ലെങ്കിൽ അവന്റെ സന്താനത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ ഇട്ടുകൊടുക്കും. അപ്പോ എന്നിട്ട് സുമ്മ സബ്ബറഹു അലാ ദാലിക്, അതിന്റെ മേലൊക്കെ ക്ഷമ കൈക്കൊള്ളാനുള്ള അവസരം അല്ലാഹു അവന് കൊടുക്കും, ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കും. എന്ത് പ്രയാസം വന്നാലും അവൻ അല്ലാഹുവിൽ ക്ഷമ കൈകൊള്ളുന്നവനാണ്. അങ്ങനെ ക്ഷമിച്ച് ഹത്താ യുബ്ലിഗഹു അൽ മൻസില അല്ലതി സബഖത് ലഹു മിൻ അല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നും മുൻനിശ്ചയിച്ച പ്രകാരമുള്ള അവന്റെ പദവി വരെ അവൻ അതുകൊണ്ട് എത്തും. അപ്പൊ അല്ലാഹു കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. കർമ്മങ്ങൾ കൊണ്ട് ഒരു പക്ഷെ അവൻ അവിടെ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ അല്ലാഹു അവന്റെ സന്താനത്തിലോ ശരീരത്തിലോ അവന്റെ ധനത്തിലോ പരീക്ഷണങ്ങൾ ഇട്ടുകൊടുക്കും. അതിൽ ക്ഷമിച്ച് അവൻ ആ പദവിയിൽ എത്തിത്തീരും. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു നിഅമത്താണ്. അപ്പോ ഇതൊക്കെ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമാകും എന്നുള്ളതിനുള്ള ചില തെളിവുകളാണ്. അങ്ങനെ രോഗം ബാധിച്ചാൽ ദുനിയാവിയായ അസ്ബാബുകൾ നമ്മൾ സ്വീകരിക്കുക. അയ്യോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എല്ലാ രോഗത്തിനും അതിന് മരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉദ് ദാ, അങ്ങനെ ഒരു രോഗത്തിന്റെ മരുന്ന് ഒരാൾക്ക് നൽകപ്പെട്ടാൽ ആ രോഗം മാറുന്ന കാരണം ബർഅ ബിഇസ്നില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ ഇസ്നുണ്ടെങ്കിൽ ആ രോഗം അവനിൽ നിന്നും ശിഫയാകി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാത്തിനുമുണ്ട്. ചില ആളുകൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ ഖദ് അൻസല ലഹു ശിഫാഅ, അല്ലാഹു എന്തൊക്കെ രോഗം ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ അല്ലാഹു ശിഫ ഇറക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അലിമഹു മൻ അലിമ, അതിന്റെ ശിഫ, അതിന്റെ മരുന്ന് മനസ്സിലാക്കിയവൻ അതറിഞ്ഞു. വജഹിലഹു മൻ ജഹില, അതറിയാതെ പോയവന് അവൻ അതറിഞ്ഞില്ല എന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാ രോഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശിഫ ഇറക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോ ഒരാളുടെ ഗുണത്തിന് വേണ്ടി അനുഗ്രഹമായി കൊണ്ടും രോഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കാം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷണാർത്ഥം ആളുകൾ ചെയ്യുന്ന തിന്മയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് അവരെ പരീക്ഷിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലം തസ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ, ഒരു സമൂഹത്തിൽ മ്ലേച്ഛതകൾ, തിന്മകൾ പ്രകടമാകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിനവർ പരസ്യമാക്കും. ഇന്ന് തോന്നിവാസങ്ങൾ പരസ്യമാണല്ലോ, ഹറാമുകളൊക്കെ പരസ്യമാണ്, ആളുകൾക്കൊക്കെ ഹലാലാണ്, യാതൊരു പ്രശ്നവുമില്ല. ദീനനുസരിച്ച് ജീവിച്ചാലാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ തിന്മകളാകെ പ്രകടമാകും. അങ്ങനെ പ്രകടമായി അവർ വെളിവാക്കും, പരസ്യമാക്കിയാൽ ഇല്ലാ ഫശാ ഫീഹിമി ത്വാഊൻ, താഊൻ എന്ന രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നിയമിക്കും. അല്ലെങ്കിൽ വല്ലൗജാഉ,
പകർച്ചവ്യാധികൾ, രോഗങ്ങളെ. എങ്ങനത്തെ രോഗങ്ങളാ? അല്ലതി ലം തകുൻ മദത് ഫി അസ്ലാഫിഹിം അല്ലദീന മദൗ. അവരുടെ മുൻഗാമികൾക്ക്, കഴിഞ്ഞുപോയ മുൻഗാമികൾക്ക് പരിചയമില്ലാത്തതായ രോഗങ്ങൾ കൊണ്ടും അള്ളാഹു അവരെ പരീക്ഷിക്കും. അപ്പൊ തിന്മകൾ ആളുകൾ ചെയ്യും. ഇമാം ഇബ്നു മാജ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആളുകൾ തിന്മയിൽ മുഴുകുകയും ആ തിന്മ പ്രകടമാക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു തആഊൻ, പ്ലേഗ് പോലത്തെ രോഗങ്ങളും അല്ലെങ്കിൽ മുൻകാലക്കാർക്ക് പരിചയമില്ലാത്ത പുതിയ പുതിയ രോഗങ്ങളൊക്കെ അള്ളാഹു അവിടേക്ക് നൽകിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, കൊല്ലവും പല രോഗങ്ങളുമായി അള്ളാഹു ആളുകളെ പരീക്ഷിക്കുന്നുണ്ട്. പൊടുന്നനെ ആളുകൾ മരണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആളുകൾ ചെയ്യുന്ന തിന്മയുടെ ഫലമായിട്ടാണ്. ഒരു പക്ഷെ തിന്മയുടെ ഫലമായിട്ടാകാം അത് സംഭവിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, റിജ്സുൻ ഔ അദാബ്, ശിക്ഷ, ഉസിബ ബിഹി ബഅദുൽ ഉമം, ഈ പ്ലേഗ് പോലുള്ള താഊൻ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ചില ഉമ്മത്തിങ്ങളെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ബനു ഇസ്രായേൽപ്പെട്ട ചില കൗമിനെ അള്ളാഹു താഊൻ പോലത്തെ, പ്ലേഗ് പോലത്തെ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ബഖിയ മിൻഹു ബഖിയ്യ, ആ ശിക്ഷയിൽ നിന്നും ചില ശിക്ഷകൾ ബാക്കിയായി. ഫയസ്ഹബുൽ മർറ വയഅതിൽ ഉഖ്റ, ചിലപ്പോൾ ആ ശിക്ഷകൾ പോകും, ചില സമയത്ത് ആ ശിക്ഷകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫമൻ സമിഅ ബിഹി, അപ്പോ ആ രോഗങ്ങൾ, താഊൻ പോലത്തെ രോഗങ്ങളെ കുറിച്ച്, ബി അർദിൻ, ഒരു സ്ഥലത്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും കേട്ടാൽ, ഫലാ യഖ്ദമന്ന അലൈഹി, അവിടേക്ക് നിങ്ങൾ മുന്നിട്ട് ചെല്ലരുത്. ഒരു നാട്ടിൽ പകർച്ചവ്യാധി വന്നിറങ്ങിയാൽ ആ നാട്ടിലേക്ക് നിങ്ങൾ ചെല്ലരുത്. വമൻ കാന ബി അർദിൻ വഖാ ബിഹാ, എന്നാൽ ഒരാൾ ഒരു നാട്ടിൽ താമസിച്ചിരിക്കെ, ഒരു നാട്ടിലുള്ള അവസ്ഥയിൽ ആ നാട്ടിലാണ്, അവന്റെ നാട്ടിലാണ് രോഗമിറങ്ങിയതെങ്കിൽ, ഫലാ യഖ്റുജു ഫിറാറൻ മിൻഹു, അതിൽ രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് നാട് വിട്ടു പോവുകയും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, രോഗങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ നമുക്ക് അനുഗ്രഹമായിരിക്കാം, ഒരു പക്ഷേ ആളുകൾ ചെയ്യുന്ന തിന്മയുടെ ഫലമായി കൊണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷണം ഉണ്ടാകുമ്പോ നമ്മൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ, ഒരു നാട്ടിൽ രോഗമുണ്ടായാൽ, പകർച്ചവ്യാധി ഉണ്ടായാൽ അവിടേക്ക് നിങ്ങൾ പോകരുത്. എന്നാൽ നിങ്ങൾ താമസിക്കുന്ന നാട്ടിലാണ് പകർച്ചവ്യാധി ഉണ്ടായതെങ്കിൽ അവിടെ നിന്ന് അതിൽ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അവിടെ നാട് വിട്ടു പോവുകയും ചെയ്യരുത് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ആദ്യം ഹദീസുകളിൽ വന്ന താഊൻ എന്ന പദം, ഈ താഊൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രോഗമാണ്. ആളുകളുടെ ശരീരത്തിന് വ്രണമുണ്ടാക്കുന്ന, വ്രണങ്ങൾ ഉണ്ടാക്കുന്ന, മുറിവുകൾ ഉണ്ടാക്കുന്ന പ്രത്യേക രോഗമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ആളുകളിൽ വ്യാപിക്കുന്ന, പെട്ടെന്ന് വ്യാപിക്കുന്ന, ധാരാളം ആളുകൾ പൊടുന്നനെ മരണപ്പെടുന്ന, പെട്ടെന്ന് വ്യാപിക്കുന്ന എല്ലാ വബ, പകർച്ചവ്യാധികൾക്കും താഊൻ എന്ന് പറയും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ രോഗം നാട്ടിൽ വ്യാപിച്ചാൽ അത് പകർച്ചവ്യാധി, പൊടുന്നനെ ഉണ്ടാകുന്ന, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന, ധാരാളം ആളുകൾ മരണപ്പെടുന്ന ഒരു രോഗം ഒരു നാട്ടിൽ സംഭവിച്ചാൽ ആ നാട്ടിലുള്ള ആളുകൾ അവിടുന്ന് നാട് വിട്ടു പോകരുത്, ഉള്ള നാട്ടിലേക്ക് പോവാനും പാടില്ല എന്ന് പറയാൻ കാരണം, ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചത് കാണാം. ചില ഹിക്മത്തുകൾ അദ്ദേഹം അതിൽ പറഞ്ഞത് കാണാം. ഒന്ന്, രോഗമുള്ള നാട്ടിലേക്ക് പോകരുത് എന്ന് പറയാൻ കാരണം എന്താ? നമ്മളാൽ ആ നാട്ടിൽ പോയി നമുക്ക് തന്നെ രോഗമുണ്ടാക്കി വരുത്തുന്ന ഒരവസ്ഥ നമ്മൾ ചെയ്യാൻ പാടില്ല. രോഗമുണ്ടാക്കുന്ന ഒരവസ്ഥ
നമ്മൾ ആ ചെയ്യാൻ പാടില്ല. ഇനി രോഗം വന്ന നാട്ടിൽ നിന്ന് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിപ്പോവുക, അതാണ് ഹദീസിലുള്ളത്. അതെന്തുകൊണ്ടാ? ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാ, അവിടെ രോഗം ബാധിച്ചവർ നമ്മുടെ സഹോദരങ്ങളായിരിക്കും, ദുർബലന്മാരായിരിക്കും. അങ്ങനെ ആരോഗ്യമുള്ള ആളുകളൊക്കെ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആ ആളുകളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, അവർ കഷ്ടപ്പെടും. അതൊരു കാരണമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, ഈ രക്ഷപ്പെടുന്നവനും ചിലപ്പോൾ രോഗമുണ്ടായേക്കാം, അവൻ മറ്റു നാടുകളിലേക്ക് പോയി അവിടെയുള്ള ആളുകളിലേക്കും അത് പകരാൻ കാരണമാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഹിജ്റ 18-ാം വർഷം ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും ഷാമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഷാമിലേക്ക് എത്തുന്നതിന് കുറച്ചു മുമ്പ് സർഗ് എന്ന സ്ഥലത്ത് വെച്ച് ഷാമിൽ വലിയ പകർച്ചവ്യാധി ഉണ്ടായി എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് വാർത്ത ലഭിച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന അവസ്ഥയിലായി. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വരികയും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഹദീസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഇമാം ബുഖാരി തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ താഊൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക രോഗമാണെന്നും, എന്നാൽ പല പണ്ഡിതന്മാരും ഇങ്ങനെ പെട്ടെന്ന് വ്യാപിക്കുന്ന രോഗങ്ങളാണ്, ആളുകൾ ധാരാളം മരണപ്പെടുന്ന രോഗങ്ങളാണ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് റിയാദുസ് സ്വാലിഹീന്റെ ശറഹിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, ഇന്ന താഊൻ എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളത്തിനോട് പ്ലേഗ് എന്ന് പറയലുണ്ട്. ഇവിടെ താഊൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ലികുല്ലി വബാഇൻ ആം, പൊതുവായിട്ടുള്ള എല്ലാ പകർച്ചവ്യാധികൾക്കും പറയും. എങ്ങനെയുള്ളതായി? യന്തശിറു ബിസുർഅ, പെട്ടെന്ന് അത് വ്യാപിക്കും. ഇതുപോലെ കോളറ പോലെ, വഗൈരിഹ, അതല്ലാത്ത രോഗം പോലെ, വഹദ അഖ്റബ്, ഇതാണ് ശരിയോട് ഏറ്റവും അടുത്തത്. അഥവാ താഊൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗം മാത്രമല്ല, പെട്ടെന്ന് വ്യാപിക്കുന്ന ധാരാളം ആളുകൾ മരണപ്പെടുന്ന കോളറ പോലത്തെ രോഗങ്ങളൊക്കെ അതിൽ പെടുമെന്ന് ശൈഖ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ഹാദാ ഇല്ലം യകുൻ ദാഖിലൻ ഫിൽ ലഫ്, കോളറ എന്നുള്ളത് താഊൻ എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ഫഹുവ ദാഖിലുൻ ഫിൽ മഅന, അർത്ഥത്തിൽ അതിൽ പ്രവേശിക്കുന്നു, ഉൾക്കൊള്ളുന്നുണ്ട്. കുല്ലു വബാഇൻ ആമി യന്തശിറു ബിസുർഅ, പെട്ടെന്ന് പൊടുന്നനെ വ്യാപിക്കുന്ന എല്ലാ പകർച്ചവ്യാധികളും. فإنه لا يجوز للإنسان يقدم على البلد الذي حل فيها هذا الوباء, അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ, രോഗങ്ങൾ വ്യാപിച്ച ഇറങ്ങിയതായ നാട്ടിലേക്ക് ഒരാൾ പോവാൻ പാടില്ല. ഇനി വഇദാ വഖഅ വഅൻതും ഫീഹാ, നിങ്ങൾ ഒരു നാട്ടിലുള്ള അവസ്ഥയിലാണ് അത് സംഭവിച്ചതെങ്കിൽ ഫലാ തഖ്റുജു മിൻഹാ ഫിറാറൻ മിൻഹു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഓടി രക്ഷപ്പെടരുത്, അവിടുന്ന് പോകരുത്. എന്നാൽ സ്വതവേ ഈ നാട്ടിൽ ഒരാൾ ഒരു നാട്ടിലുള്ള അവസ്ഥയിൽ അവിടെ വലിയൊരു രോഗം വന്നു, പക്ഷെ ആ മനുഷ്യൻ അതിൽ രക്ഷപ്പെടാനല്ല, മറിച്ച് ഇൽമ് പഠിക്കാനും കച്ചവടാർത്ഥവും മറ്റു വല്ല ആവശ്യത്തിനും പൊതുവെ പുറത്ത് പോകുന്ന ആളാണ്, മറ്റു നാട്ടിലേക്ക് പോണ ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ലബസ്, ഒരു കുഴപ്പവുമില്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ കാര്യം. നവവി റഹ്മഹുല്ലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള നിലക്ക് നാട് വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞ താഊൻ പിടിപെട്ട് മരിച്ചവൻ ഷഹീദാണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ശറഹിൽ വിശദീകരിച്ചത് കാണാം, അങ്ങനെയുള്ള രോഗം വന്നിറങ്ങിയാൽ ആ രോഗം ഉയർത്തപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കപ്പെടണമോ വേണ്ടേ? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അത് ഉയർത്താൻ. കാരണം എന്താ? അത് ഷഹീദിന്റെ കൂലിയാണ്, മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലിയാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിന്റെ അമലുകൾ ആദ്യം നമ്മൾ ചെയ്ത് ഈമാനുള്ള ആളുകളാവണം, അത്രക്കും തവക്കുലുള്ള ആളുകളാവണം. മരിച്ചാൽ അവൻ ഷഹീദിന്റെ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് നിലക്കും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പൊതുവെ ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കത്തിൽ പറഞ്ഞത് ലാ അദ്വാ, പകർച്ചവ്യാധിയേ ഇല്ലാന്ന. അപ്പൊ ആളുകൾ വിചാരിച്ചു പകർച്ചവ്യാധി എന്ന സംഭവമേ ഇല്ല. അങ്ങനെയല്ല. ലാ അദ്വ എന്ന് പറഞ്ഞാൽ
ആ അദ്വ പകർച്ചവ്യാധി അതിന്റെ വുജൂദ് അതുണ്ടാവുക എന്നുള്ളത് നിഷേധിക്കുന്നില്ല ആരും. മറിച്ച് എന്താണ് ഹദീസിന്റെ ഉദ്ദേശം? പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചത് കാണാം. അത് ഈ രോഗം അതിന് സ്വമേധയാ രോഗം പരത്താനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കരുത്. മറിച്ച് ഇപ്പൊ ഒരു നാട്ടിൽ രോഗമുണ്ടായി, അപ്പോ അങ്ങോട്ട് ഒരാൾക്ക് രോഗമുണ്ടായി, അവന്റെ അടുത്ത് ചെന്നാൽ എല്ലാവർക്കും ആ രോഗം തന്നെ സ്വമേധയാ രോഗമുണ്ടാക്കും എന്ന വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചുണ്ടാവും. ചിലപ്പോ മാരക രോഗം പിടിപ്പെട്ട പകരുന്ന രോഗമായിരിക്കാം, ചിലപ്പോ അവന്റെ അടുത്ത് പോയവന് രോഗമുണ്ടായേക്കാം, എന്നാ അവൻ മറ്റൊരുത്തൻ പോയി അവന് രോഗവുമില്ല, ഒരു കുഴപ്പവുമില്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ്. അതാണ് അവിടെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ലാ എന്ന് പറഞ്ഞാൽ അറബിയിൽ ജിൻസിനെ നിഷേധിക്കുന്ന, വർഗത്തെ നിഷേധിക്കുന്ന ലാ എന്നാണ്. അത് അറബി പഠിച്ച ആളുകൾക്ക് മനസ്സിലാകും. അത് അങ്ങനെ പറയുന്നത് ഒരു മജാസായിട്ടാണ്, അല്ലാതെ അതിന്റെ വുജൂദ് തന്നെ, അതിന്റെ ഉണ്ടാവൽ തന്നെ ഇല്ല എന്ന അർത്ഥത്തിലല്ല. മറിച്ച് സ്വമേധയാ രോഗം തഹ്സീർ ചെയ്യാനുള്ള കഴിവ് അതിനില്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് ഉണ്ടാകും എന്നാണ്. അത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഈ ഹദീസും മറ്റു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രോഗമുള്ള ഒട്ടകത്തെ രോഗമില്ലാത്തതിന്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. ചിലപ്പോ രോഗം ഉണ്ടായേക്കാം, അത് അസ്ബാബുകളാ, രോഗം പകർന്നേക്കാം. ആ കാരണങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയ അസ്ബാബുകൾ, കാരണങ്ങൾ, പല കാരണങ്ങളുണ്ട്. അതൊന്നും സ്വയം സ്വാധീനം ചെലുത്തുകയില്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് അത് നടക്കൂ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ഹദീസ് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ പകർച്ചവ്യാധിയേ ഇല്ല എന്ന നിലക്കല്ല. അള്ളാഹുവിന്റെ ഖദർ പ്രകാരം അള്ളാഹു ഉദ്ദേശിച്ചവനുണ്ടാവും, അല്ലാത്തവർക്ക് ഉണ്ടാവുകയില്ല. അല്ലാണ്ട് അതിന് സ്വയം തഅ്സീർ ചെയ്യാൻ, സ്വാധീനം ചെയ്യാനുള്ള കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ സംഭവം പറഞ്ഞത്. നമ്മള് കാരണങ്ങൾ ഇല്ല, ഒരു ശർറ് ഇല്ലാതിരിക്കാൻ അതിന്റെ കാരണങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണല്ലോ ഖുർആനിൽ, വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ കൊണ്ടുപോയിടരുത്. അപ്പോൾ രോഗമുള്ള നാട്ടിലേക്ക് ഒരാൾ പോയി ധീരത കാണിക്കേണ്ട ആവശ്യമില്ല. രോഗം താൻ ഉള്ള നാട്ടിലാണെങ്കിലോ അവിടെ നിന്ന് അവൻ ഓടിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാവരുത്. എല്ലാം അള്ളാഹുവിന്റെ ഖദറാണ്. ഈമാനോടുകൂടി ജീവിക്കുക. നല്ല ഈമാനുള്ള അമലുള്ള ആളുകളായാൽ അവന് സന്തോഷമാണ്. മരിച്ചാൽ അവൻ ഷഹീദാണ്, അവന് ഭയപ്പെടാനില്ല. അപ്പോ ഈ രണ്ട് ഹദീസുകളും ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും നമുക്കറിയാം, നാടുകളിൽ തിന്മകളും തോന്നിവാസങ്ങളും വർദ്ധിക്കുകയും പരസ്യമായി കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല രോഗങ്ങൾ, എത്ര ആളുകളാണ് മരിച്ചു പോകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ അല്ലാഹുവിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ എനിക്ക് അമലുണ്ട്, ഖബറിൽ നിന്ന് രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ അടുക്കൽ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ മാത്രം അമലുകളുണ്ട്, അതിനു വേണ്ടിയുള്ളൊരു ജീവിതമാവണം നമ്മുടേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. اللهم إنا نستغفرك إنك كنت غفارا. اللهم أنت الغني ونحن الفقراء وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه